ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് ഇൻസുലിൻ റെസിസ്റ്റൻസ് സിൻഡ്രോം. ഇൻസുലിൻ റെസിസ്റ്റൻസ് സിൻഡ്രോം ഓർ സിൻഡ്രോം എക്സ്. സിൻഡ്രോം എക്സ് നേരത്തെ കഴിഞ്ഞ പരീക്ഷയിൽ ചോദിച്ചിരുന്നു, 2 മാർക്ക് എങ്ങാണ്ട് ചോദിച്ചിരുന്നു. സിൻഡ്രോം എക്സ് എന്തുവാന്ന്. സിൻഡ്രോം എക്സ് ഒക്കർ ചെയ്യുന്ന പേഷ്യൻസിന് ടൈപ്പ് 2 ഡയബറ്റീസും കാണും, പിന്നെ ഒബീസിറ്റി ഉള്ളവരായിരിക്കും. ഒബീസിറ്റിയും ഡയബറ്റീസും ആയിട്ട് ഡയറക്റ്റ് റിലേഷൻ ഉണ്ട്. അതുകൊണ്ടാണ് സിൻഡ്രോം എക്സ് ഉണ്ടാവാനുള്ള കാരണം. In obese patients with type 2 diabetes, the association of hyperglycemia, dyslipidemia, and hypertension, which leads to CHD and stroke, may result from a genetic effect of defect producing insulin resistance, which is being exaggerated by obesity. ടൈപ്പ് 2 ഡയബറ്റീസ് ഉള്ളവർക്ക് ഒബീസിറ്റിയും കാണുമല്ലോ. സ്വാഭാവികമായിട്ടും ഗ്ലൂക്കോസ് ലെവൽ കൂടുതലായിരിക്കും, അങ്ങനെ ലിപ്പിഡ് ലെവലും കൂടുതലായിരിക്കും. അതെന്ന് വെച്ചാൽ കൊളസ്ട്രോൾ ലെവലും കൂടുതലായിരിക്കും. പിന്നെ അവർക്ക് ബി പി കൂടാനുള്ള ചാൻസസും ഉണ്ട്. ഷുഗർ ലെവൽ കൂടുതലാ, കൊളസ്ട്രോൾ ലെവൽ കൂടുതലാ, അങ്ങനെ ബി പി കൂടാനുള്ള ചാൻസ് ഉണ്ട്. ബി പി കൂടുമ്പോൾ എന്തോ ഉണ്ടാവും? ഹൈപ്പർ ടെൻഷൻ ഉണ്ടാവും. ഹൈപ്പർ ടെൻഷൻ കൂടുമ്പോൾ എന്തോ ഉണ്ടാവും? കാർഡിയോ കൊറോണറി ഹാർട്ട് ഡിസീസ്, CHD ഉണ്ടാവും. CHD കോംപ്ലിക്കേഷൻ എന്തോ സ്ട്രോക്ക്. അങ്ങനെ സ്ട്രോക്ക് ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. അങ്ങനെ മരണത്തിലേക്ക് പെട്ടെന്ന് പെട്ടെന്ന് പോകാനുള്ള ചാൻസസ് വളരെ വളരെ കൂടുതലാണ്. ഒബീസിറ്റിയും ടൈപ്പ് 2 ഡയബറ്റീസും ഉണ്ടെങ്കിൽ ഷുഗർ എന്തുവാനും കൂടും, കൊളസ്ട്രോൾ ലെവൽ കൂടും, ബി പി കൂടും, അങ്ങനെ CHD ഉണ്ടാവും, സ്ട്രോക്ക് ഉണ്ടാവും. അങ്ങനെ മരണത്തിലേക്ക് പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. അതാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് സിൻഡ്രോം. പിന്നെ ഇൻസുലിൻ റെസിസ്റ്റ് ചെയ്യാനുള്ള കാരണമുണ്ടോ? അങ്ങനെ ജനറ്റിക് എഫക്റ്റ് ഉണ്ടോ? ഇങ്ങനെയാണ് ജനറ്റിക് ജീനോമിന് മാറ്റം വരുന്നത്. ഇൻസുലിൻ ജീനിന് മാറ്റം ഉണ്ടായി, അങ്ങനെ പിന്നെ ഇൻസുലിൻ റെസിസ്റ്റന്റ് ആയി മാറും ആ പേഷ്യന്റ്. നമുക്ക് ഇൻസുലിൻ ഇട്ട് കൊടുത്താൽ പോലും ബ്ലഡ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂല. ഈ ടൈപ്പ് 2 ഡയബറ്റീസ് ഒബീസിറ്റി ആയ കാരണം ബ്ലഡ് പ്രഷർ കൂടും, ലിപ്പിഡ് ലെവൽ കൂടും, കൊളസ്ട്രോൾ കൂടും, അങ്ങനെ ഷുഗർ കൂടും, അങ്ങനെ സകല ഡിസീസും ഉണ്ടാകാനുള്ള ചാൻസസ് കൂടുതലാണ്. CHD സ്ട്രോക്കിലേക്ക് പോയി മരണം ഉണ്ടാകാനുള്ള ചാൻസസ് കൂടുതലാണ്. ഇത് പിന്നെ ഒബീസിറ്റി കുറെ കൂടുതലായെങ്കിൽ, ഇപ്പൊ നല്ല രീതിക്ക് ആ പേഷ്യന്റ് ഒബീസ് ക്ലാസ് 3 ഒക്കെ ആണെങ്കിൽ ട്രൈഗ്ലിസറൈഡിന്റെ അളവും കൂടെ കൂടും. ഇതിന്റെ കൂടെ ഹൈപ്പർ ടെൻഷൻ കൂടാതെ ട്രൈഗ്ലിസറൈഡിന്റെ അളവും കൂടും. സോഡിയം റിട്ടൻഷൻ ചെയ്യാനുള്ള കാര്യങ്ങളും ഉണ്ട്. സോഡിയം നമ്മുടെ യൂറിനിലൂടെ പോകത്തില്ല. അങ്ങനെ ഉള്ള കിഡ്നിക്ക് അസുഖം വരാനുള്ള ചാൻസസ് ഉണ്ട്. കിഡ്നിയും ബ്രെയിനും ഒക്കെ അസുഖം വരുന്നത് ഈ കണ്ടീഷനുള്ള പേഷ്യൻസിനാണ് മെയിൻ ആയിട്ടും. സോഡിയം റിട്ടൻഷൻ ചെയ്യുമ്പോൾ കിഡ്നിക്കകത്ത് അസുഖങ്ങൾ വരും. കിഡ്നി പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്തില്ല ആ പേഷ്യൻസി. അതുകൊണ്ട് ടൈപ്പ് 2 ഡയബറ്റീസ് ഫസ്റ്റ് നമ്മൾ കൺട്രോൾ ചെയ്യണം, ഒബീസിറ്റിയും കൺട്രോൾ ചെയ്യണം. എന്നാലേ ഈ പേഷ്യൻസിലേക്ക് നമ്മൾ നേർവഴിയിലേക്ക്, നേരായ ജീവിതത്തിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. ഇനി നമുക്ക് എപ്പിഡമോളജിക്കൽ ഫാക്ടർ. ഡയബറ്റീസിന്റെ ഓരോ എപ്പിഡമോളജിക്കൽ ഫാക്ടേഴ്സ് ആണ്. അത് കോസ് ചെയ്യുന്ന എന്തൊക്കെ ഫാക്ടേഴ്സ് മൂലമാണ്? നോൺ മോഡിഫൈഡ് റിസ്ക് ഫാക്ടർ ഉണ്ട്, മോഡിഫൈഡ് റിസ്ക് ഫാക്ടർ ഉണ്ട്. നമുക്ക് അതിനെ പറ്റി നോക്കാം. ഡയബറ്റീസിന്റെ ഏജന്റ് ആണ് പറയുന്നത്. ഫസ്റ്റ് ഞാൻ പറഞ്ഞിരുന്നു ടൈപ്പ് 1 ഡയബറ്റീസ് ഇൻസുലിൻ ഡെഫിഷ്യൻസി കൊണ്ടാണ് ഉണ്ടാകുന്നത്. പക്ഷെ ടൈപ്പ് 2 ഡയബറ്റീസ് പാസ്റ്റിലുണ്ട്. ഇൻസുലിൻ ഉണ്ട്, പക്ഷെ വലിയ എമൗണ്ടിൽ കാണത്തില്ല. ഇൻസുലിൻ ഉണ്ട്, പക്ഷെ അക്സെപ്റ്റ് ചെയ്യാനുള്ള ഡിഫിക്കൽറ്റി മൂലം ബ്ലഡിനും മറ്റേ വേറെ വേറെ സെൽസിന് ഗ്ലൂക്കോസ്, ഫാറ്റ്, അമിനോ ആസിഡ് മെറ്റബോളിസത്തിനുള്ള മെയിൻ ഹോർമോൺ അല്ലല്ലോ ഇൻസുലിൻ. അത് ബ്രേക്ക് ഡൗൺ ചെയ്യാനുള്ള ഇത് റിസപ്റ്റേഴ്സ് വർക്ക് ആവത്തുള്ളൂ. ബ്രേക്ക് ഡൗൺ റിസപ്റ്റേഴ്സിന് അത് അക്സെപ്റ്റ് ചെയ്താൽ മാത്രമേ ഇത് ബ്രേക്ക് ഡൗൺ ആവത്തുള്ളൂ. ബ്രേക്ക് ഡൗൺ ആവാനുള്ള ഒരു കപ്പാസിറ്റി കാണത്തില്ല. ആ റിസപ്റ്റേഴ്സ് അക്സെപ്റ്റ് ചെയ്താൽ മാത്രമേ അത് ബ്രേക്ക് ഡൗൺ ആവത്തുള്ളൂ. അതാണ് കുഴപ്പം. ടൈപ്പ് 2 ഡയബറ്റീസ് ഇൻസുലിൻ കാണും. ടൈപ്പ് 1 ഡയബറ്റീസ് ഇൻസുലിൻ ഡെഫിഷ്യന്റ് ആയിരിക്കും, ഡെഫിഷ്യൻസി കാണും. ഇൻസുലിൻ എന്ന് പറഞ്ഞ ഹോർമോൺ ബ്ലഡിലേ കാണത്തില്ല. അത് ഓരോ വൈഡ് വെറൈറ്റി മെക്കാനിസം കൊണ്ടാണ് ഇത് ഉണ്ടാവുന്നത്. ടൈപ്പ് 1 ഡയബറ്റീസിന്റെ കോസും ടൈപ്പ് 2 ഡയബറ്റീസിന്റെ കോസും ഓരോ വെറൈറ്റി ഓഫ് മെക്കാനിസം, ഓരോ മെക്കാനിസം കൊണ്ടുണ്ടാവും. കുറച്ച് ഡിസീസ് കണ്ടീഷൻ മൂലമാണ് ഇത് മെയിൻ ആയിട്ട് ഉണ്ടാവുന്നത്. ഫസ്റ്റ് പാങ്ക്രിയാറ്റിക് ഡിസോർഡർ ഞാൻ ആദ്യം പറഞ്ഞു. പാങ്ക്രിയാറ്റിക് ഡിസോർഡർ മൂലം ഇൻസുലിൻ ഡെഫിഷ്യൻസി ഉണ്ടാവും. അങ്ങനെ ടൈപ്പ് 1 ഡയബറ്റീസോ ടൈപ്പ് 2 ഡയബറ്റീസോ ഉണ്ടാവും. അത് ഇൻഫ്ലമേറ്ററി ആയിട്ടായിരിക്കും. പാങ്ക്രിയാസ് ഇൻഫ്ലമേഷൻ കൊണ്ട്, ബാക്ടീരിയൽ ഇൻഫെക്ഷൻ കൊണ്ട് ടൈപ്പ് 2 ഡയബറ്റീസ് കണ്ടീഷൻ ഉണ്ടാവും. പിന്നെ അബ്നോർമൽ ടിഷ്യൂ ഗ്രോത്ത് അല്ലെങ്കിൽ ട്യൂമേഴ്സ്. അബ്നോർമൽ ടിഷ്യൂ ഗ്രോത്ത് അല്ലെങ്കിൽ ട്യൂമേഴ്സ്, അതാണ് നിയോപ്ലാസ്റ്റിക് എന്ന് പറയുന്നത്. നിയോപ്ലാസ്റ്റിക് എന്ന നിങ്ങളെ ബാക്കി എഴുതിയിരിക്കുന്നത് പെട്ടെന്ന് കത്തത്തില്ല. അതുകൊണ്ടാണ് ഞാൻ അബ്നോർമൽ ടിഷ്യൂ ഗ്രോത്ത് അല്ലെങ്കിൽ ട്യൂമേഴ്സ് കൊണ്ട്. അങ്ങനെ പാങ്ക്രിയാസ് ഇഷ്യൂ വരുമ്പോൾ അങ്ങനെ ഡയബറ്റീസ് ആവും. പാങ്ക്രിയാസ് ടിഷ്യൂ ഗ്രോത്ത് അബ്നോർമൽ ആകുമ്പോൾ അല്ലെങ്കിൽ ട്യൂമർ വരുമ്പോൾ പാങ്ക്രിയാസ് സ്വാഭാവികമായിട്ടും വർക്ക് ചെയ്യത്തില്ല. അങ്ങനെ അതിനകത്തുള്ള ബീറ്റാ സെൽസ് വർക്ക് ചെയ്തില്ല. അങ്ങനെ ഇൻസുലിൻ ഡെഫിഷ്യൻസി ചിലപ്പോൾ ഉണ്ടാവും, അല്ലെങ്കിൽ ടൈപ്പ് 2 ഡയബറ്റീസ് ഉണ്ടാവും, അല്ലെങ്കിൽ അതർ ഡിസോർഡർ, എന്തെങ്കിലും ഡിസോർഡർ കൊണ്ടും ഈ പാങ്ക്രിയാസിന് കുഴപ്പം വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ഇൻസുലിന്റെ സിന്തസിസിന് കുഴപ്പം വരാൻ ചാൻസ് ഉണ്ട്. പാങ്ക്രിയാസിലുള്ള ആൽഫ സെൽസ്, ബീറ്റാ സെൽസ് ആണ് മെയിൻ ആയിട്ട് ഇൻസുലിൻ ഗ്ലൂക്കോൺ സെക്രീറ്റ് ചെയ്യുന്നത്. ഇനി ഇൻസുലിൻ ഫോർമേഷൻ ചെയ്യുന്നുള്ള ഡിഫക്ട്സ്, അത് ജീനോമിക് ഡിഫക്ട്സ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഇൻസുലിൻ ഫോർമേഷൻ ചെയ്യുന്ന ഡിഫക്ട്സ് കാരണം എന്തുവാ, ലെസ് ആക്റ്റീവ് ആയിട്ടുള്ള ഇൻസുലിൻ കറക്റ്റ് നമ്മുടെ സെൽസിലേക്ക് എന്തുവാ അലിഞ്ഞു ചേരില്ല. അങ്ങനെ ഒരു പ്രശ്നം വരാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോഴാണ് ടൈപ്പ് 2 ഡയബറ്റീസ് ഉണ്ടാകാനുള്ള മെയിൻ കോസ്.
പിന്നെ ബീറ്റാ സെല്ല് ഡിസ്ട്രക്ട് ചെയ്യും. വൈറൽ ഇൻഫെക്ഷൻ കെമിക്കൽ ഏജൻസ് കൊണ്ട് ബീറ്റാ സെല്ല് ഡിസ്ട്രക്ട് ചെയ്യും. അങ്ങനെ ഡയബറ്റീസ് ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. ബീറ്റാ സെൽസ് ഉണ്ടെങ്കിലല്ലേ ഇൻസുലിൻ സെക്രീറ്റ് ചെയ്യാൻ പറ്റൂ. ബീറ്റാ സെൽസ് ഇല്ലാതെ ഒന്നും ചെയ്യാൻ ഒക്കത്തില്ലല്ലോ. അതുകൊണ്ട് വൈറൽ ഇൻഫെക്ഷൻ കെമിക്കൽ ഏജൻസ് ഒക്കെ ഉണ്ടാകുമ്പോൾ അത് ഡിസ്ട്രക്ട് ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ്. ഇൻസുലിൻ റിസപ്റ്റേഴ്സിന് കുഴപ്പം വരുവാണ് ഞാൻ പറഞ്ഞത് ടൈപ്പ് 2 ഡയബറ്റീസ് ഉണ്ടാകുന്നത്. അങ്ങനെ ഇൻസുലിനുള്ള സെൻസിറ്റിവിറ്റി കുറയും. ഇൻസുലിൻ റിസപ്റ്റേഴ്സ് കുറയുന്ന അനുസരിച്ച് ഇൻസുലിൻ ഇൻസുലിൻ ബ്ലഡിലേക്ക് ഇൻടേക്ക് ചെയ്യുന്ന അളവും കുറയും. അങ്ങനെ പെട്ടെന്ന് ടൈപ്പ് 2 ഡയബറ്റീസ് ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട്. ഇൻസുലിൻ റിസപ്റ്റേഴ്സ് വർക്കായാൽ മാത്രമേ ടൈപ്പ് 2 ഡയബറ്റീസ് നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ ഇൻസുലിന്റെ മാൽഫങ്ഷൻ കൂടെ ഉണ്ടാവും. ചിലപ്പോൾ ഇൻസുലിൻ റിസപ്റ്റേഴ്സ് വർക്ക് ചെയ്യും, ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യും, പക്ഷെ എന്തെങ്കിലും ജനറ്റിക് പാറ്റേഴ്സ് ജീനോമിക് പാറ്റേഴ്സ് കൊണ്ട് ഇൻസുലിൻ ഫംഗ്ഷൻ ചെയ്യത്തില്ല. ഇൻസുലിന്റെ ഫംഗ്ഷൻ ഇല്ലാത്തപ്പം പ്രോട്ടീൻ, അമിനോ ആസിഡ്, പിന്നെ ഗ്ലൂക്കോസ് ബ്രേക്ക് ഡൗൺ ചെയ്യാൻ ഒക്കത്തില്ല. അങ്ങനെ കുഴപ്പമുണ്ടാവും. പിന്നെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ മൂലം ഉണ്ടാവും. അത് മെയിനായിട്ട് ഓട്ടോ ഇമ്മ്യൂണിറ്റി ഡിസോർഡർ റിലേറ്റ് ചെയ്യുന്ന ടൈപ്പ് 1 ഡയബറ്റീസ് ആണ്, ടൈപ്പ് 2 ഡയബറ്റീസ് അല്ല. ഇൻസുലിൻ ഇല്ലാത്തപ്പോൾ സെൽസ് നശിക്കാൻ തുടങ്ങും. നമ്മളെ സഹായിക്കുന്ന സെൽസ് നമുക്കെതിരെ തിരിയും. അങ്ങനെയാണ് ഓട്ടോ ഇമ്മ്യൂണിറ്റി ഡിസീസ് ഉണ്ടാവാനുള്ള ചാൻസ്. പിന്നെ നമ്മൾ ഇനി അടുത്ത് നോക്കാൻ പോകുന്ന ഹെൽത്തി ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ. ഒരു പേഴ്സണിന് ഡയബറ്റീസ് ഇല്ലാത്ത ഒരു പേഴ്സണിന് 70 to 99 മില്ലിഗ്രാം പെർ ഡെസിലിറ്റർ ഇൻസുലിൻ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ ഉണ്ടായിരിക്കണം. ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ഉണ്ടായിരിക്കണം 70 to 99. അത് 80 to 100 എന്ന് പറഞ്ഞാലും നോർമൽ തന്നെയാണ്. 80 to 100 വാല്യൂ ആയിരിക്കും നിങ്ങളുടെ പുസ്തകത്തിൽ ചിലപ്പോൾ കൊടുത്തിട്ടുണ്ടാവുക. അതും നോർമൽ വാല്യൂ ആണ്. ഹെൽത്തി ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ 80 to 100 ആയാലും ഓക്കെ ആണ്, 70 to 99 ആയാലും ഓക്കെ ആണ്. ഇനി ഡയബറ്റീസിന്റെ ഹോസ്റ്റ് ഫാക്ടർ ആണ് നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് ഏജ്. ഇത് നോൺ മോഡിഫൈഡ് റിസ്ക് ഫാക്ടർ ആണ്. ഏജ്, സെക്സ് ഒക്കെ നോൺ മോഡിഫൈഡ് റിസ്ക് ഫാക്ടർ ആണ്. ജനറ്റിക് ഫാക്ടേഴ്സ് നോൺ മോഡിഫൈബിൾ ആണ്, ചിലയിടത്ത് മോഡിഫൈബിൾ ചെയ്യാൻ പറ്റും. ഏജ് ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന ഏജ് ആണ്. ഡയബറ്റീസ് ഏത് ഏജിലും ഒക്കർ ചെയ്യാം, പക്ഷെ അതിന്റെ ഇന്റൻസിറ്റി കൂടിക്കൂടി വരുന്നത് ഏജ് കൂടിക്കൂടി വരുമ്പോഴാണ്. അതിന്റെ പ്രിവലൻസ് കൂടിക്കൂടി വരുമ്പോൾ ഏജ് കൂടിക്കൂടി വരുമ്പോഴാണ്. ഏജ് കൂടുന്തോറും ഡയബറ്റീസിന്റെ റിസ്ക് കൂടും. ടൈപ്പ് 2 ഡയബറ്റീസ് ഞാൻ പറഞ്ഞ പോലെ മിഡിൽ ഇയർ ഓഫ് ലൈഫിലേ ഉണ്ടാവാറുള്ളൂ. അങ്ങനെ ചെറുപ്പക്കാർക്കൊന്നും പൊതുവായിട്ട് ടൈപ്പ് 2 ഡയബറ്റീസ് ഉണ്ടാകാനുള്ള ചാൻസസ് വളരെ വളരെ കുറവാണ്. പിന്നെ മിഡിൽ ഇയർ ഓഫ് ലൈഫിലേ ഉണ്ടാവാൻ ചാൻസ് ഉള്ളൂ. പിന്നെ മാൽന്യൂട്രീഷൻ റിലേറ്റഡ് ഡയബറ്റീസ് ആണ് ലാർജ് നമ്പർ ഓഫ് പീപ്പിളെ അഫക്ട് ചെയ്യാൻ കാണും. ഇന്ത്യ പോലത്തെ രാജ്യത്ത് മാൽന്യൂട്രീഷൻ ഇപ്പോഴും ഒരു പ്രോബ്ലം ആണ്. പ്രോട്ടീൻ എനർജി മാൽന്യൂട്രീഷൻ ഒരു പ്രോബ്ലം ആണ്. അത് റിലേറ്റഡ് ഡയബറ്റീസ് ഉണ്ടാകാനുള്ള ചാൻസസ് ഇന്ത്യക്കാർക്ക്, ഇവിടെ കേരളം ഒന്നും അല്ല, വേറെ ഉത്തർപ്രദേശ്, മധ്യപ്രദേശ് അതുപോലത്തെ ജില്ലകളല്ല, അതുപോലത്തെ സംസ്ഥാനങ്ങളിൽ ഇവിടെ മാൽന്യൂട്രീഷൻ റിലേറ്റഡ് ഡയബറ്റീസ് ഉണ്ടാകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ഇനി സെക്സ് നോൺ മോഡിഫൈഡ് റിസ്ക് ഫാക്ടർ ആണ്. മെയിൽ ആൻഡ് ഫീമെയിൽ റേഷ്യോ ഈക്വൽ ആണ് സം കൺട്രീസിൽ. പക്ഷെ ഇന്ത്യയിൽ മോസ്റ്റ്ലി മെയിൽസിനെ ഇത് കാണാറുള്ളൂ. ചില കൺട്രീസ്, അമേരിക്കയൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ മെയിൽ ഫീമെയിൽ റേഷ്യോ ഒരുപോലെ തന്നെയാണ്. എല്ലാവർക്കും ഒരു മെയിലിന് ഉണ്ടാകുമ്പോൾ തന്നെ ഒരു ഫീമെയിലിനും ഡയബറ്റീസ് ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. പക്ഷെ ഇന്ത്യ എടുത്ത് നോക്കുമ്പോൾ മെയിൽസിനാണ് മോസ്റ്റ്ലി കാണാനുള്ള ചാൻസ്. പിന്നെ ജനറ്റിക് പാറ്റേഴ്സ് ഞാൻ പറഞ്ഞ ടൈപ്പ് 2 ഡയബറ്റീസ് ആണ്. ടൈപ്പ് 1 ഡയബറ്റീസ് ജനറ്റിക് പാറ്റേഴ്സിന് മ്യൂട്ടേഷൻ ഉണ്ടാകാനുള്ള ചാൻസ് ഇല്ല. ടൈപ്പ് 2 ഡയബറ്റീസ് ആണ് ജനറ്റിക് പാറ്റേഴ്സ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഡയബറ്റീസ്. ജനറ്റിക് പാറ്റേഴ്സ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഡയബറ്റീസ് ഏതാണ് പിന്നീട് ചോദിച്ചാൽ ടൈപ്പ് 2 ഡയബറ്റീസ്, അല്ലെങ്കിൽ NADVM എന്ന് അവിടെ എഴുതി വെക്കണം. ഇനി അടുത്ത ഇമ്മ്യൂൺ മെക്കാനിസത്തിന്റെ ഡെഫക്റ്റ് കൊണ്ട് ടെൻഷൻ ഒക്കെ ഒരു എൻവയോൺമെന്റ് ഫാക്ടർ ആണ്. അങ്ങനെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ ടൈപ്പ് 1 ഡയബറ്റീസ് ഒക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. ഇമ്മ്യൂൺ മെക്കാനിസത്തിന്റെ ഡിഫെക്ഷൻ കൊണ്ട്, അതിന്റെ തകരാറ് മൂലം ഉണ്ടാവാൻ ചാൻസസ് കൂടുതലാണ് ഡയബറ്റീസ്. നമ്മുടെ ഇമ്മ്യൂൺ മെക്കാനിസം സെൽ മീഡിയറ്റ് ഇമ്മ്യൂണിറ്റി പ്രോപ്പർ ആണ്. ഡയബറ്റീസിനെതിരെ നമ്മൾ പ്രിവെന്റ് ചെയ്ത് നിൽക്കണമെങ്കിൽ നമ്മുടെ സെൽ മീഡിയറ്റ് ഇമ്മ്യൂണിറ്റി പ്രോപ്പർ ആയിരിക്കണം. ഒബീസിറ്റി ഞാൻ പറഞ്ഞ പോലെ ഡയബറ്റീസും ഒബീസിറ്റി ആയിട്ട് മേജർ ഒരു കണക്ഷൻ ഉണ്ട്. ടൈപ്പ് 2 ഡയബറ്റീസും ഒബീസിറ്റി ആയിട്ട് മേജർ ഒരു ലിങ്ക് ഉണ്ട്. ഡയബറ്റീസ് ഹൈപ്പർഗ്ലൈസമിക് കണ്ടീഷനിലേക്ക്, ഷുഗർ ലെവൽ കൂടിയ കണ്ടീഷനിലേക്ക് പോകുമ്പോൾ ഒബീസിറ്റി, ലിപ്പിഡ് ലെവൽ കൂടും, കൊളസ്ട്രോൾ ലെവൽ കൂടും. അങ്ങനെ അഡിപ്പോസ് ടിഷ്യൂവിൽ ഇത് അടിഞ്ഞുകൂടാൻ ചാൻസ് ഉണ്ട്. അത് അടിഞ്ഞുകൂടാൻ ചാൻസ് ഉണ്ട്. അതെന്ന് വെച്ചാൽ വയറിന്റെ ഭാഗത്താണ് അഡിപ്പോസ് ടിഷ്യൂ സ്ഥിതി ചെയ്തിരിക്കുന്നത്. അവിടെ ഇത് അടിഞ്ഞുകൂടാൻ ചാൻസ് ഉണ്ട്. ഒബീസ് ഉള്ള പേഷ്യൻസിന് ഫാറ്റ് അടിഞ്ഞുകൂടും. അങ്ങനെ ഷുഗർ അടിഞ്ഞുകൂടാനുള്ള ചാൻസസ് ഉണ്ട്. ഒബീസിറ്റി എത്രത്തോളം കൂടുന്നോ അത്രത്തോളം ഇൻസുലിൻ സെൻസിറ്റിവിറ്റി കുറയും. ഇൻസുലിൻ റിസപ്റ്റേഴ്സ് വർക്ക് ചെയ്തില്ല. ഒബീസിറ്റി എത്രത്തോളം കൂടുന്നോ ഇൻസുലിൻ റിസപ്റ്റേഴ്സ് അത്രത്തോളം വർക്ക് ചെയ്തില്ല. അതാണ് കുഴപ്പം. ഒബീസിറ്റിയും ടൈപ്പ് 2 ഡയബറ്റീസും ആയിട്ട് ഡയറക്റ്റ് ഒരു റിലേഷൻ ഉണ്ട്. അതുകൊണ്ട് ഒബീസിറ്റിയും ഡയബറ്റീസും നമുക്ക് റെഡ്യൂസ് ചെയ്യേണ്ട അത്യന്താപേക്ഷിതമാണ്. ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് മറ്റേണൽ ഡയബറ്റീസ്. അതെന്ന് വെച്ചാൽ ജസ്റ്റേഷൻ ഡയബറ്റീസ് എന്ന് വേണമെങ്കിൽ പറയാം.
ജസ്റ്റേഷൻ ഡയബറ്റീസ് എന്ന് പറയുന്ന കണ്ടീഷൻ പ്രഗ്നന്റ് സമയത്ത് ഉണ്ടാവുന്നതാണ് ജസ്റ്റേഷൻ ഡയബറ്റീസ് മെലിറ്റസ്. എന്നാൽ പ്രസവിച്ച് കഴിഞ്ഞ് ഇവർക്ക് ഉണ്ടാവാൻ ടൈപ്പ് 2 ഡയബറ്റീസ് ഉണ്ടാവുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ടൈപ്പ് 2 ഡയബറ്റീസ് പ്രഗ്നന്റ് ആയ ലേഡീസിന് പെട്ടെന്ന് ഉണ്ടാവുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ജസ്റ്റേഷൻ ഡയബറ്റീസ് മെലിറ്റസ് ഇൻക്രീസ് റിസ്ക് ഓഫ് അനദർ ഒക്കറൻസ് ഓഫ് ടൈപ്പ് 2 ഡയബറ്റീസ്. പിന്നെയും ടൈപ്പ് 2 ഡയബറ്റീസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ ഒക്കർ ചെയ്യുമ്പോഴാണ് ജസ്റ്റേഷൻ എന്ന് പറഞ്ഞ് പ്രഗ്നൻസി കഴിഞ്ഞ് എന്ന് വെച്ചാൽ ചൈൽഡ് ബർത്ത് കഴിഞ്ഞിട്ടുണ്ടാവുന്ന ഡയബറ്റീസ് ആണ് മറ്റേണൽ ഡയബറ്റീസ് എന്ന് പറയുന്നത്. ജസ്റ്റേഷൻ ഡയബറ്റീസ് എന്ന് വെച്ചാൽ പ്രഗ്നൻസി കഴിഞ്ഞ് ഉണ്ടാവുന്ന ഒരു കുഞ്ഞുണ്ടാവുമ്പോൾ അവർക്ക് രണ്ടുപേർക്കും ഡയബറ്റീസ് വരും. അതാണ് മറ്റേണൽ ഡയബറ്റീസ്. അമ്മയ്ക്ക് വരുന്ന ഡയബറ്റീസ് ആണ് മറ്റേണൽ ഡയബറ്റീസ്. ഡയബറ്റീസ് പ്രഗ്നൻസി ഉണ്ടാവുന്ന ബേബീസ്, ഈ GDM ജസ്റ്റേഷൻ ഡയബറ്റീസ് ഒക്കർ ചെയ്യുന്ന ബേബീസിന് ബർത്ത് വെയിറ്റ് സ്വാഭാവികമായിട്ടും കൂടുതലായിരിക്കും. ഒബീസിറ്റിയും വരാനുള്ള ചാൻസ് ഉണ്ട്. ബർത്ത് വെയിറ്റ് കൂടുതലായിരിക്കും, അങ്ങനെ ഒബീസിറ്റി വരാനുള്ള ചാൻസ് ഉണ്ട്. ടൈപ്പ് 2 ഡയബറ്റീസ് തന്നെ രണ്ടുപേർക്കും, അമ്മയ്ക്കും വരാം കുഞ്ഞിനും വരാം. ഈ GDM വന്ന ഏത് കണ്ടീഷനിലും അമ്മയ്ക്കും കുഞ്ഞിനും ടൈപ്പ് 2 ഡയബറ്റീസ് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അങ്ങനെ ഇൻട്രാ യൂട്രൈൻ റിട്ടാർഡേഷൻ ഉണ്ടാവാം. ചില ബേബീസിന് ഗ്രോത്ത് വെയിറ്റ് ലോ ആയിരിക്കും. ഈ മറ്റേണൽ ഡയബറ്റീസ് ഉണ്ടാവുന്ന കേസിൽ ഗ്രോത്ത് വെയിറ്റ് ലോ ആയിരിക്കും. പിന്നെ ഗ്രോത്ത് വെയിറ്റ് ഗെയിൻ ചെയ്യാനും ടൈപ്പ് 2 ഡയബറ്റീസ് ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാണ്. ചിലവർക്ക് ബർത്ത് വെയിറ്റ് അപ്പോഴേ കൂടുതലായിരിക്കും. ബർത്ത് വെയിറ്റ് നമ്മൾ പ്രസവിക്കുമ്പോൾ തന്നെ ബർത്ത് വെയിറ്റ് കൂടുതലായിരിക്കും. അങ്ങനെ പെട്ടെന്ന് ഡയബറ്റീസും ഒബീസിറ്റിയും വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അതുകൊണ്ട് അമ്മയും കുഞ്ഞിനെയും നമ്മൾ നല്ലതായിട്ട് കെയർ ചെയ്യണം. ഡയബറ്റീസ് ഒബീസിറ്റി എന്നുള്ള കണ്ടീഷൻ നമുക്ക് മാക്സിമം റിസ്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനകത്തുള്ള റിസ്ക് ഫാക്ടർ, അതിനകത്തുള്ള പ്രിവെന്റീവ് മെഷേഴ്സ് നമ്മൾ മെയിൻ ആയിട്ട് എടുത്തിരിക്കണം ഈ മറ്റേണൽ ഡയബറ്റീസ് കേസസ് ഒക്കെ വരുമ്പോൾ. ഇല്ലെങ്കിൽ അത് കോംപ്ലിക്കേഷനിലേക്ക് നയിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ഡയബറ്റീസിന്റെ എൻവിയോൺമെന്റ് റിസ്ക് ഫാക്ടേഴ്സ് ആണ് നമ്മൾ മെയിൻ ആയിട്ട് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് എൻവിയോൺമെന്റ് റിസ്ക് ഫാക്ടർ സെഡൻഡറി ലൈഫ് സ്റ്റൈൽ. എന്ന് വെച്ചാൽ നമ്മൾ ഒരു വർക്കും ഒരു എക്സസൈസും ഓടിച്ചാടി ഒന്നും ചെയ്യാറില്ല. അതാണ് സെഡൻഡറി ലൈഫ് സ്റ്റൈൽ. ആ ഒരു കണ്ടീഷനാണ്. അത് ഇമ്പോർട്ടന്റ് റിസ്ക് ഫാക്ടർ ആണ്. ടൈപ്പ് 2 ഡയബറ്റീസിന്റെ മെയിൻ ഇമ്പോർട്ടന്റ് റിസ്ക് ഫാക്ടർ ആണ് സെഡൻഡറി ലൈഫ് സ്റ്റൈൽ. നമ്മൾ ഓടിച്ചാടി ഒന്നും എക്സസൈസോ കാര്യങ്ങളോ ഒന്നും ചെയ്യുന്നില്ല. അങ്ങനെ സെഡൻഡറി ലൈഫ് സ്റ്റൈൽ, ഒരു ഓഫീസിൽ കുത്തിയിരുന്ന് വർക്ക് ചെയ്യുന്ന സെഡൻഡറി ലൈഫ് സ്റ്റൈലിന്റെ ഉദാഹരണമാണ്. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ടൈപ്പ് 2 ഡയബറ്റീസ്, അങ്ങനെയുള്ള പേഷ്യൻസിന് ടൈപ്പ് 2 ഡയബറ്റീസ് ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാണ്. നമ്മൾ ഓടിച്ചാടി നടക്കുന്നത് നല്ലതാണ്. ഈ പേഷ്യൻസിന് ടൈപ്പ് 2 ഡയബറ്റീസ് ഒക്കർ ചെയ്യുന്ന പേഷ്യൻസിന് പ്രോപ്പർ എക്സസൈസ് ആൻഡ് പ്രോപ്പർ ഡയറ്റ് അത് നല്ലതാണ്. എക്സസൈസിന്റെ ലാക്ക് മൂലമാണ്, ഞാൻ പറഞ്ഞില്ലേ, ഓടിച്ചാടി നടക്കുന്ന എക്സസൈസ് ചെയ്യുന്നില്ല, അതിൽ ലാക്ക് മൂലമാണ് ഇൻസുലിന്റെയും റിസപ്റ്റേഴ്സിന്റെയും കുഴപ്പം വരുന്നത്. ഇൻസുലിന്റെ റിസപ്റ്റേഴ്സ് കറക്റ്റ് വർക്ക് ചെയ്യാത്തത്, അങ്ങനെയാണ് ടൈപ്പ് 2 ഡയബറ്റീസ് ഉണ്ടാവുന്നത്. എക്സസൈസ് ചെയ്യുമ്പോൾ ഇൻസുലിന്റെ റിസപ്റ്റേഴ്സ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങും. അതിനനുസരിച്ച് പ്രോട്ടീൻ, ഫാറ്റ്, ഗ്ലൂക്കോസ് ഒക്കെ മെറ്റബോളൈസ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ഇൻസുലിന് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ ടൈപ്പ് 2 ഡയബറ്റീസിന് റിസ്ക് കുറയ്ക്കാൻ പറ്റും. അതുകൊണ്ട് സെഡൻഡറി ലൈഫ് സ്റ്റൈൽ മാറ്റി എക്സസൈസ് റിലേറ്റഡും ബാലൻസ്ഡ് ഡയറ്റും ഒക്കെ ഉള്ള ഒരു ജീവിതശൈലി നമ്മൾ ഉണ്ടാക്കാൻ നോക്കണം. ഡയബറ്റീസ് ഉള്ളവർ മെയിൻ ആയിട്ട് ഡയറ്റ് സെക്കൻഡ് നമ്മൾ നോക്കാൻ പോകുന്ന റിസ്ക് ഫാക്ടർ ഡയറ്റ്. ഹൈ സാച്ചുറേറ്റഡ് ഫാറ്റ് ഇൻടേക്ക്, ഞാൻ പറഞ്ഞു ലിപ്പിഡ് കൂടുമ്പോഴാണ് സാച്ചുറേറ്റഡ് ഫാറ്റ് ഇൻടേക്ക്. സാച്ചുറേറ്റഡ് ഫാറ്റ് എന്ന് പറയുമ്പോൾ അൺസാച്ചുറേറ്റഡ് ഫാറ്റ് ഉണ്ട്, സാച്ചുറേറ്റഡ് ഫാറ്റ് ഉണ്ട്. സാച്ചുറേറ്റഡ് ഫാറ്റ് ആണ് LDLന്റെ ലെവൽ ഇൻക്രീസ് ചെയ്യുന്നത്. അൺസാച്ചുറേറ്റഡ് ഫാറ്റ് HDLന്റെ ലെവൽ ഇൻക്രീസ് ചെയ്യത്തുള്ളൂ. അൺസാച്ചുറേറ്റഡ് ഫാറ്റ് ആണ് നമുക്ക് പൊതുവെ നല്ലത്. സാച്ചുറേറ്റഡ് ഫാറ്റ് ഇൻടേക്ക് ചെയ്യുമ്പോൾ IGT, ഇമ്പയർഡ് ഗ്ലൂക്കോസ് ടോളറൻസ്, നോർമൽ ലെവലിൽ നിന്ന് ഗ്ലൂക്കോസ് കൂടുകയും ചെയ്യുന്നു. അങ്ങനെ ഡയബറ്റിക് ലെവലിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു മീഡിയമാണ് ഈ ഇമ്പയർഡ് ഗ്ലൂക്കോസ് ടോളറൻസ്. ആ അവസ്ഥയിലേക്ക് പോകുന്നു. പിന്നെ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ അവർക്ക് കൂടുതലായിരിക്കും, ഇൻസുലിൻ ലെവൽ കൂടുതലായിരിക്കും. ഇമ്പയർഡ് ഗ്ലൂക്കോസ് ടോളറൻസ് ആകുമ്പോൾ അറിയാമല്ലോ, നോർമൽ ലെവലിനെക്കാട്ടും കുറച്ചും കൂടെ കൂടുതലായിരിക്കും. ഡയബറ്റീസ് പോകാനുള്ള ചാൻസസ് അവർക്ക് കൂടുതലാണ്. ഡയബറ്റീസിലേക്ക് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. നോർമൽ ലെവലിലേക്ക് വരാൻ കുറവാണ്. അങ്ങനെ അവർക്ക് ഇൻസുലിൻ സെൻസിറ്റിവിറ്റി കുറയും. അവർക്കൊക്കെ ഉണ്ടാകുന്ന ടൈപ്പ് 2 ഡയബറ്റീസ് തന്നെയാണ്. സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്, ലിപ്പിഡ് ഉണ്ടാകുമ്പോൾ ബ്ലഡ് പ്രഷർ കൂടുമല്ലോ. സ്വാഭാവികമായിട്ടും ലിപ്പിഡ്, കൊളസ്ട്രോൾ കൂടുമ്പോൾ ബ്ലഡ് പ്രഷർ കൂടും. അങ്ങനെ ഷുഗർ ഉണ്ടാവും. അതെല്ലാം ഇന്റർ റിലേറ്റഡ് ഡിസീസ് ആണ്. ഈ ബോത്ത് ഹൈപ്പർ ടെൻഷനും ക്രോണിക് ഹാർട്ട് ഡിസീസും കൊറോണറി ഹാർട്ട് ഡിസീസും പിന്നെ ഒബീസിറ്റി ഒക്കെ ഇന്റർ ലിങ്ക്ഡ് ആയിട്ടുള്ള ഡിസീസാണ്. അതുകൊണ്ട് പെട്ടെന്ന് ഉണ്ടാവാനുള്ള ചാൻസും കൂടുതലാണ്. സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് എങ്ങനെ ലിപ്പിഡ് ഉണ്ടാവും, സീറം ലിപ്പിഡ് നമ്മൾ എടുത്തു നോക്കുമ്പോൾ സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡിന്റെ കണ്ടന്റ് കൂടുതലായിരിക്കും. അങ്ങനെ ഷുഗർ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഡയറ്റ് അതുകൊണ്ട് അൺസാച്ചുറേറ്റഡ് ഫാറ്റ് ഇൻടേക്ക് മാത്രമേ ചെയ്യാവൂ. എന്ന് വെച്ചാൽ സാച്ചുറേറ്റഡ് ഫാറ്റേക്കുള്ള ഡയറ്റ് നമ്മൾ ഇൻടേക്ക് ചെയ്യരുത്. മീനും മുട്ടയൊന്നും കഴിക്കരുതെന്ന് അർത്ഥം. അതുപോലുള്ള ഹൈ സാച്ചുറേറ്റഡ് ഫാറ്റ് ഉള്ള ഇൻടേക്ക് ചെയ്യരുത്. മീൻ, മുട്ട, പിന്നെ എണ്ണ നിറഞ്ഞുള്ള ഭക്ഷണങ്ങൾ. അൺസാച്ചുറേറ്റഡ് ഫാറ്റ് റിലേറ്റഡ് ഓയിൽസ് മാത്രം യൂസ് ചെയ്യുക. സാച്ചുറേറ്റഡ് ഫാറ്റ് കൂടിയ ഒരു ഓയിലാണ് കോക്കനട്ട് ഓയിൽ. അതൊന്നും യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ഡയബറ്റീസ് ഉള്ള പേഷ്യൻസിന് അതാണ് നല്ലത്. ഇല്ലെങ്കിൽ ഷുഗറും അതിനൊപ്പം ഒബീസിറ്റി, ഹൈപ്പർ ടെൻഷനും ഉണ്ടാവാനുള്ള ചാൻസസ് വളരെ വളരെ കൂടുതലാണ്. ഇനി ഡയറ്ററി ഫൈബർ
നമ്മൾ ഗ്ലൂക്കോസ് ഉള്ള പേഷ്യൻസിന് ഡയറ്ററി ഫൈബർ റെക്കമെൻഡ് ചെയ്യുന്നു. ഹോർലക്സിന്റെ എങ്ങാണ്ട് ഡയബറ്റിസ് പ്ലസ് എന്ന് പറഞ്ഞ എങ്ങാണ്ട് ഒരു സംഭവം ഉണ്ട്. അതിനകത്തും ഡയറ്ററി ഫൈബർ ആണ് സംഭവം വരുന്നത്. ഡയറ്ററി ഫൈബർ ഇന്ത്യക്ക് പ്രൊമോട്ട് ചെയ്യാൻ എടുത്ത് പറയണം. മെയിനായിട്ട് ചപ്പാത്തി ഒക്കെ കഴിക്കാൻ പറയണം. ചപ്പാത്തി ഒക്കെ നല്ല ഡയറ്ററി ഫൈബർ ഉള്ള സാധനമാണ്. അങ്ങനെ ഇൻസുലിൻ ലെവൽ നമുക്ക് ടൈപ്പ് 2 ഡയബറ്റീസിന്റെ റിസ്ക് കുറയ്ക്കാം. ഇമ്പയർഡ് ഗ്ലൂക്കോസ് ടോളറൻസിനെ നമുക്ക് നോർമൽ ലെവലിലേക്ക് കൊണ്ടുവരാം. ഇൻസുലിൻ ലെവൽ കുറയ്ക്കാം. ടൈപ്പ് 2 ഡയബറ്റീസിന്റെ റിസ്ക് കുറയ്ക്കാം. അതുകൊണ്ട് ഹൈ ഇൻടേക്കോ ഡയറ്ററി ഫൈബർ റെക്കമെൻഡ് ചെയ്തിരിക്കുന്നു. ഡയബറ്റീസ് ഉള്ള പേഷ്യൻസിനെ ഡയറ്ററി ഫൈബർ ഉള്ള ഫൈബർ കൂടിയ ആഹാരങ്ങൾ കഴിക്കുന്നത് നല്ലതാണ്. എക്സാമ്പിൾ ചപ്പാത്തി അതുപോലത്തെ ആഹാരങ്ങളൊക്കെ ഫൈബർ കൂടിയ ആഹാരങ്ങളൊക്കെ കഴിക്കുന്നത് നല്ലതാണ് ഡയബറ്റീസ് കൂടിയ പേഷ്യൻസിന്. മാൽന്യൂട്രീഷൻ നമ്മൾ അടുത്ത് നോക്കാൻ വന്ന മാൽന്യൂട്രീഷൻ മൂലം ഞാൻ പറഞ്ഞില്ലയോ, മാൽന്യൂട്രീഷൻ റിലേറ്റഡ് ഡയബറ്റീസ് മെലിറ്റസ് മാൽന്യൂട്രീഷൻ മൂലമാണ് ഉണ്ടാകുന്നത്. അങ്ങനെ ബീറ്റാ സെല്ലിന്റെ ഫംഗ്ഷനെ നമുക്ക് തകരാറ് ആക്കാൻ പറ്റും. മാൽന്യൂട്രീഷൻ റിലേറ്റഡ് ഡയബറ്റീസ് മെലിറ്റസ് ഉള്ളവർക്ക് ബീറ്റാ സെൽ ഫംഗ്ഷൻ തകരാറിലാവും. അങ്ങനെ എന്തുവാ അതൊരു റിസ്ക് ഫാക്ടറാണ്, മേജർ റിസ്ക് ഫാക്ടറാണ്, ഇൻവ്യൂൺ റിസ്ക് ഫാക്ടറാണ്. അങ്ങനെ മാൽന്യൂട്രീഷൻ റിലേറ്റഡ് ഡയബറ്റീസ് മെലിറ്റസ് ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. മാൽന്യൂട്രീഷൻ ഉള്ള കേസുകളിൽ ബീറ്റാ സെൽ ഫംഗ്ഷൻ പ്രോപ്പറായിട്ട് ഫംഗ്ഷൻ ചെയ്തില്ല, ഫെയിലിയർ ആവും. അങ്ങനെ മാൽന്യൂട്രീഷൻ റിലേറ്റഡ് ഡയബറ്റീസ് മെലിറ്റസ് ഉണ്ടാവാനുള്ള ചാൻസസ് അവർക്ക് കൂടുതലാണ്. പിന്നെ ആൽക്കോഹോൾ ഏതിന്റെയും റിസ്ക് ഫാക്ടറാണ്, ഹൈപ്പർ ടെൻഷന്റെയും റിസ്ക് ഫാക്ടറാണ് ആൽക്കോഹോൾ ഇൻടേക്ക് ചെയ്യുമ്പോൾ ഡയബറ്റീസ് ഇൻടേക്ക് ചെയ്യും. ഡയബറ്റീസിന് കൂടാനുള്ള ചാൻസ് ഉണ്ട്, റിസ്ക് ഉണ്ട്. അങ്ങനെ ഒബീസിറ്റി കൂടാനുള്ള ചാൻസ് ഉണ്ട്. ഡയബറ്റീസ് ഒബീസിറ്റി ഇന്റർലിങ്ക്ഡ് ആയിട്ടുള്ള ഡിസീസാണ്. അതുകൊണ്ട് ആൽക്കോഹോൾ ഇൻടേക്ക് ചെയ്യുന്ന പേഷ്യൻസിൽ അതിനനുസരിച്ച് റിസ്ക് കൂടും, ഡയബറ്റീസിനുള്ള റിസ്ക് കൂടും. അങ്ങനെ പാങ്ക്രിയാസും ലിവറും ഡാമേജ് ആകും. പാങ്ക്രിയാസ് ഡാമേജ് ആയാൽ പിന്നെ എന്തുവായാലും ഡയബറ്റീസ് വരുമല്ലോ. പാങ്ക്രിയാസ് സ്വാഭാവികമായിട്ടും റിലീസ് ചെയ്യുന്ന ഹോർമോണാണ് ഇൻസുലിനും ഗ്ലൂക്കോണും. അങ്ങനെ അതിന് ഡാമേജ് വരുമ്പോൾ എന്തുവായാലും അത് താളം തെറ്റും. അങ്ങനെ ഡയബറ്റീസ് ഉണ്ടാവും. ആൽഫ സെല്ലും ബീറ്റാ സെല്ലുള്ള കോർഡിനേഷൻ താളം തെറ്റും. അങ്ങനെ ഡാമേജ് ഉണ്ടായി അങ്ങനെ ഡയബറ്റീസ് ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ ലിവറിലും ഡാമേജ് ഉണ്ടാകുമ്പോൾ ഒബീസിറ്റി കൂടാനുള്ള ചാൻസും കൂടുതലാണ്. ഫാറ്റ് അടിഞ്ഞു കൂടും, അഡിപ്പോസ് ടിഷ്യൂലൊക്കെ ഫാറ്റ് അടിഞ്ഞു കൂടും. അങ്ങനെ ഒബീസിറ്റി ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ ചില വൈറൽ ഇൻഫെക്ഷൻ ബീറ്റാ സെൽസിനെ ഡിസ്ട്രോയ് ചെയ്ത് കളയും. ഡയബറ്റീസുമായിട്ട് മെയിൻ റിലേറ്റ് ചെയ്തിട്ടുള്ള 2 കമ്മ്യൂണിക്കബിൾ ഡിസീസ് ആണ്, ഓർത്ത് വെച്ച് ചിലപ്പോൾ ചോദിക്കും. ഡയബറ്റീസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള മേജർ 2 കമ്മ്യൂണിക്കബിൾ ഡിസീസ് ആണ് മംസ് റുബല്ല വൈറസസുകൾ ബീറ്റാ സെൽസിനെ ഡിസ്ട്രോയ് ചെയ്ത് കളയും. അങ്ങനെ ഡയബറ്റീസ് ഉണ്ടാവും. ബീറ്റാ സെൽസ് ഡിസ്ട്രോയ് ചെയ്യുമ്പോൾ അവിടെ പിന്നെ ഇൻസുലിൻ സെക്രീറ്റ് ആവത്തില്ല. അങ്ങനെ ഡയബറ്റീസ് ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. വൈറൽ ഇൻഫെക്ഷൻ ആണ് മംസ് വൈറസും റുബല്ല വൈറസും ഡയബറ്റീസ് ഉള്ള പേഷ്യൻസിന് വരാതിരിക്കാനാണ് നമ്മൾ നോക്കേണ്ടത്. അതുകൊണ്ടാണ് MMR വാക്സിന്റെ കാര്യമൊക്കെ നമ്മൾ പണ്ടേ എടുക്കുന്നത് ഇതിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ MR വാക്സിൻ ആണ്, നേരത്തെ MMR ആയിരുന്നു. നമ്മളിനി അടുത്ത എൻവയോൺമെന്റ് റിസ്ക് ഫാക്ടർ നോക്കുന്നത് കെമിക്കൽ സ്ട്രെസ് ഏജൻസ് ആണ്. അവസാനത്തെ റിസ്ക് ഫാക്ടർ അല്ല, കെമിക്കൽ സ്ട്രെസ് ഏജൻസ് ആണ് നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്. ഇപ്പൊ നോക്കിയത് വൈറൽ ഇൻഫെക്ഷൻ ആണ്. ചില കെമിക്കൽ സ്ട്രെസ് ഏജൻസ് ആണ് ബീറ്റാ സെല്ലിന് ടോക്സിക്. എന്ന് വെച്ചാൽ ബീറ്റാ സെൽ ഡിസ്ട്രോയ് ചെയ്യാൻ ചില കെമിക്കൽ ഏജൻസും വൾണറബിൾ ആണ്. ആ ഏജൻസിന്റെ പേരാണ് ആൽബാക്സൻ, സ്ട്രെപ്റ്റോസോടോക്സിൻ, സ്ട്രെപ്റ്റോസോടോക്സിൻ ആൻഡ് റോഡന്റിസൈഡ് എന്ന് പറയുമ്പോൾ റാറ്റിനെ കൊല്ലാൻ ഉപയോഗിക്കുന്ന സാധനമാണ് റോഡന്റിസൈഡ്, വാൽക്കർ. ഇതൊക്കെ സ്ട്രെസ് ഏജൻസ് ആണ്. ഈ കെമിക്കൽസ് മൂലം ബീറ്റാ സെൽസ് നമ്മുടെ ഇത് ഇൻടേക്ക് ചെയ്യുന്നതിന് മൂലം ബീറ്റാ സെൽസ് എന്തെങ്കിലും ഇതുകൊണ്ട് നമ്മുടെ ബോഡിയിലേക്ക് ഇത് കയറിയാൽ, ഈ ആൽബാക്സൻ അല്ലെങ്കിൽ സ്ട്രെപ്റ്റോടോക്സിൻ ആൻഡ് റോഡന്റിസൈഡ് വാൽക്കർ അങ്ങനെ കയറിയാൽ ബീറ്റാ സെൽ ഡിസ്ട്രോയ് ആയി പോകും. അങ്ങനെ ഡയബറ്റീസ് ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് ഈ കെമിക്കൽ സ്ട്രെസ് ഏജൻസിനെതിരെ നമ്മൾ ഒരു പ്രിക്കോഷൻ എടുക്കുന്നത് നല്ലതാണ്. സയനൈഡ് പ്രൊഡ്യൂസിങ് ഫുഡ് ഇൻടേക്ക് ചെയ്യുന്നതിന് കൂടെ ബീറ്റാ സെൽസിന് ടോക്സിക് എഫക്ട്സ്, ബീറ്റാ സെൽ ഡിസ്ട്രോയ് ആവാൻ ചാൻസ് കൂടുതൽ. അതുകൊണ്ട് സയനൈഡ് ഇൻടേക്ക് പ്രൊഡ്യൂസിങ് ഫുഡ് കുറയ്ക്കുന്നതാണ് ഇൻസുലിൻ പേഷ്യൻസിന് നല്ലത്. ഇൻസുലിൻ അല്ല, ഡയബറ്റീസ് പേഷ്യൻസിന് നല്ലത് സയനൈഡ് പ്രൊഡ്യൂസിങ് ഫുഡ് കുറയ്ക്കുന്നതാണ്. സയനൈഡ് ഇൻടേക്ക് ബീറ്റാ സെൽ ഡിസ്ട്രോയ് ചെയ്യും. അങ്ങനെ ഇൻസുലിൻ ഉണ്ടാവും, ഹൈപ്പർ ടെൻഷൻ ഉണ്ടാവാം, അങ്ങനെ ഒബീസിറ്റി ഉണ്ടാവാനുള്ള ചാൻസും കൂടുതലാണ്. സ്ട്രെസ്, സർജറി, ട്രോമ, സ്ട്രെസ് സിറ്റുവേഷൻ മൂലം ബ്രെയിനകത്ത് കുറെ സ്ട്രെസ് ഹോർമോൺസ് റിലീസ് ചെയ്യും. അങ്ങനെ സ്ട്രെസ് ഹോർമോൺസ് റിലീസ് ചെയ്യുമ്പോൾ ഡയബറ്റീസ് കൂടാനുള്ള ചാൻസസ് കൂടുതലാണ്. ടെൻഷനൊക്കെ ഉള്ളവർക്ക് ഡയബറ്റീസ് ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇങ്ങനെ സർജറി, ട്രോമ, സ്ട്രെസ് സിറ്റുവേഷൻ ഒക്കെ പോയവർക്ക് അവരുടെ മൈൻഡ് പ്രോപ്പർ ആയിരിക്കത്തില്ല, അവരുടെ മൈൻഡ് ഒരു ഇതിലായിരിക്കും. അങ്ങനെ സ്ട്രെസ് ഹോർമോൺ റിലീസ് ചെയ്യാം, ടെൻഷൻ ഹോർമോൺ റിലീസ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. അങ്ങനെ ഡിസീസ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഡയബറ്റീസ് കൂടുമ്പോൾ വേറെ അലവരാജ് ഡിസീസ് എന്ന് വെച്ചാൽ ബാക്ടീരിയ ഇൻഫെക്ഷൻസ് ഒക്കെ കയറിക്കൂടാനുള്ള ചാൻസ് അതിനനുസരിച്ച് കൂടുതലായിരിക്കും. പിന്നെ ഒക്കുപേഷൻ, റീജിയൻ ഉണ്ട്, എക്കണോമിക് സ്റ്റാറ്റസ് ഉണ്ട്, എഡ്യൂക്കേഷൻ ഉണ്ട്, അർബനൈസേഷൻ ഉണ്ട്. ചില ഫാക്ടേഴ്സ് നമ്മൾ പ്രോപ്പറായിട്ട് ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോഴാണ് ഡയബറ്റീസ് ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതൽ. റീജിയൻ, എക്കണോമിക് സ്റ്റാറ്റസ്, പാവപ്പെട്ടവർക്ക് പൊട്ടി എനർജി മാൽന്യൂട്രീഷൻ വരും. പിന്നെ എഡ്യൂക്കേഷൻ,
നമ്മൾ ഓപ്പറായിട്ട് ഭക്ഷണം കഴിക്കാത്തിരിക്കുമ്പോൾ നമ്മൾ ക്ലാസ്സിൽ നിൽക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഓപ്പറായിട്ട് ഭക്ഷണം കഴിക്കണമെന്നില്ല. അങ്ങനെ ഡയബറ്റീസ് ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ അർബനൈസേഷൻ, നഗരവൽക്കരണം, അതൊക്കെ ഓരോ ഫാക്ടേഴ്സ് ആണ്, റിസ്ക് ഫാക്ടേഴ്സ് ആണ് ഡയബറ്റീസ് ആയിട്ട്. ഇനി വേൾഡ് ഡയബറ്റീസിന്റെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 14 നവംബർ ആണ്. ഈ ഡയബറ്റീസിന്റെ ബ്ലൂ റിങ് കണ്ടോ? ഈ ബ്ലൂ റിങ് പ്രപ്പോസ് ചെയ്തത് ഇന്റർനാഷണൽ ഡയബറ്റീസ് ഫെഡറേഷൻ ആണ്. ഈ ബ്ലൂ റിങ് പ്രപ്പോസ് ചെയ്തത് ഡയബറ്റീസ് ഡേ എവിടെ കാണുന്ന നമ്മൾ ഈ ബ്ലൂ റിങ് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ട് കാണും. ഈ ബ്ലൂ റിങ് പ്രപ്പോസ് ചെയ്തത് ഇന്റർനാഷണൽ ഡയബറ്റീസ് ഫെഡറേഷൻ ആണ്. ഡയബറ്റീസുമായിട്ടുള്ള റിലേറ്റ് ചെയ്തിട്ടുള്ള ബ്ലൂ റിങ് അല്ലെങ്കിൽ ബ്ലൂ റിങ് ഏത് ഡിസീസുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു എന്ന് ചോദിക്കാം. ദ ബ്ലൂ റിങ് ഈസ് റിലേറ്റ് ടു വിച്ച് ഡിസീസ് എന്ന് ചോദിച്ചാൽ നമ്മൾ ഡയബറ്റീസ് എന്ന് എഴുതാം. അത് ഇന്റർനാഷണൽ ഡയബറ്റീസ് ഫെഡറേഷൻ ആണ് പ്രപ്പോസ് ചെയ്തത്. ജസ്റ്റ് നിങ്ങൾക്ക് ഒരു അറിവിനേക്ക് തന്നതാണ്. ബ്ലൂ റിങ് ചിലപ്പോൾ ചോദിക്കുക, അതുകൊണ്ടാണ്. ഇനി 2025 വേൾഡ് ഡയബറ്റീസ് തീമാണ് ഡയബറ്റീസ് അക്രോസ് ലൈഫ് സ്റ്റേജസ്. ഡയബറ്റീസ് അക്രോസ് ലൈഫ് സ്റ്റേജസ് ആണ് 2025 വേൾഡ് ഡയബറ്റീസ് ഡേ തീം. അത് ചിലപ്പോൾ ചോദിക്കാം, വൺ വേർഡ് ചോദിക്കാം. അതുകൊണ്ടാണ് ഡയബറ്റീസ് അക്രോസ് ലൈഫ് സ്റ്റേജസ്.